വെൽക്കം ബാക്ക്. നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഹൂസ് വോളിയം ഈസ് 1.54 മീറ്റർ ക്യൂബ് ആൻഡ് ഡയാമീറ്റർ ഓഫ് ദി ബേസ് ഈസ് 140 സെന്റിമീറ്റർ. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഇസ് മീറ്റർ ക്യൂബ് ആൻഡ് ദ ഹൈറ്റ് ഇസ് actually the diameter is given as in the centimeter only. Okay, so ഇവിടെ നമുക്ക് find the height of the cylinder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലെ. സോ അതില് വോളിയം തന്നിട്ടുണ്ട്, അതേപോലെ ഡയാമീറ്റർ മീൻസ് റേഡിയസ് നമുക്കറിയാം. സോ ഓൺലി വൺ അൺനോൺ യു നീഡ് ടു കാൽക്കുലേറ്റ്, ദാറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് തിങ് അല്ലെ. ഇതിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ്, ഇതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് ഗിവൺ, നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഗിവൺ 1.54 ഈസ് ഈക്വൽ ടു, ഇത് മീറ്റർ ക്യൂബിലാണ്, ദിസ് ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു എന്താണ് 6 ഇൻ മീറ്റർ. 6 എന്ന് പറയുമ്പോൾ 140 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് എഴുതാം 6 ഈക്വൽ ടു 140/2. ദിസ് ഇസ് ഈക്വൽ ടു 70 സെന്റിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 70/100 മീറ്റർ. 70/100 മീറ്റർ എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഈ ആർ സ്ക്വയറിന് പകരം 70/100 ഇൻറ്റു 70/100 എന്ന് എഴുതാം, ഇൻറ്റു ഇവിടെ എച്ച് എന്ന് എഴുതാം. സോ ഓൺലി വൺ അൺനോൺ ഹിയർ, ദാറ്റ് ഈസ് ദ എച്ച് അല്ലെ. സോ ഇവിടെ ഈ ഒരു എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം, ഇവിടെ 7ഉം അതേപോലെ തന്നെ ഇവിടെ ഉള്ള 7 നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 1 വരും, 10 ആവും അല്ലെ. പിന്നെ അതേപോലെ തന്നെ ഈ 10ലുള്ള ഒരു 0യും ഈ 0യും നമുക്കിവിടെ കട്ട് ചെയ്യാം. ഈ 0യും ഈ 0യും നമുക്ക് കട്ട് ചെയ്യാം. സോ what we are having is h equal to ഈ 1.54ന്റെ അടുത്തേക്ക് എന്ത് ചെയ്യാം, 100 മൾട്ടിപ്ലൈ ചെയ്യാം. 1.54 into 100 divided by എന്താ ഡിനോമിനേറ്ററിൽ 7 into 22. So this is going to be 7 into 22. So this is 1.54 into 100 is 154 divided by 7 into 22 is 7 2 14 140 2 7 14. So it is again 154. That is, you will get the height as 1 meter only. ഒന്നുകൂടെ പറയാം, volume is given and the equation for volume is pi r square h and diameter hence radius is given and volume is given. So v is given. Now you know the pi value, it can be approximated as 22/7. So you just need to find h only. So that is 1 meter here. So easy. ഇനി അതേപോലെ തന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ, എ മിൽക്ക് ടാങ്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ ഹൂസ് റേഡിയസ് ഈസ് 1.5 meter and length is 7 meter. Find the quantity of milk in liters that can be stored in the tank. അപ്പോ എത്ര ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റും, വാട്ട് ഈസ് ദ കപ്പാസിറ്റി. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് യു നീഡ് ടു ഫൈൻഡ് ദ വോളിയം. ദെൻ വോളിയം നമുക്ക് മീറ്റർ ക്യൂബിലാണ് കിട്ടുക അല്ലെ. അത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 1000 ചെയ്താൽ മതി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ വോളിയം. സോ വോളിയം ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. നൗ you can say that length is 7 and radius is 1.5 meter അല്ലേ. സോ എന്താ വരിക, this is equal to 22/7 into 1.5 അല്ലേ. സോ 3/2 into 3/2 into h എത്ര വരിക, 7. 1.5നെ 3/2 എന്ന് എഴുതാൻ പറ്റും. Now this 7 and this 7 cancelled, this 2 and this 22 cancel with 11 അല്ലേ. സോ നമുക്കിത് എന്താ വരിക, 11 into 3 into 3/2 എന്നാണ് വരിക. സോ 33 into 11 വരും, സോറി 9 into 11 വരും അല്ലെ. 9 into 11 വരും. 11 into 3 33 into 3 99. So this is going to be 99/2. That is 49.5 meter cube.
Okay, now the capacity or the quantity of milk. Appo quantity of milk എന്താ വരിക? Quantity of milk that can be stored, is equal to 49.5 into 1000. This is equal to 49500 liters. ഇതാണ് വരിക. സോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 3 പൊസിഷൻ മാറുമ്പോൾ 500 വരും. സോ 49500 ആണ് ആൻസർ വരിക. സോ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ടാങ്ക് ഈസ് 49500 ലിറ്റേഴ്സ്. ഇത്രയും ലിറ്റേഴ്സ് മിൽക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ പറയുന്നത് ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഡബിൾഡ് ഹൗ മെനി ടൈംസ് വിൽ ഇറ്റ് സർഫസ് ഏരിയ ഇൻക്രീസ്ഡ്? സോ നമുക്കറിയാം ക്യൂബ് ആണ് അല്ലെ. സോ ഫസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് സർഫസ് ഏരിയ ഓഫ് ക്യൂബ് is equal to എന്താ ഇക്വേഷൻ? 6 into a square. If a is changed to 2a, a 2a ആയാൽ എന്താ വരിക? സർഫസ് ഏരിയ is equal to 6 into 2a the whole square. അല്ല 6 into 2a the whole square. So this is equal to 4 into 2ന്റെ സ്ക്വയർ എന്താ വരിക? 2ന്റെ സ്ക്വയർ എന്താ? 2ന്റെ സ്ക്വയർ 4 ആണ് അല്ലെ. സോ 4 into എന്താ വരിക? 4 into 6a square എന്നാണ് വരിക. ദിസ് ഈസ് ദ സർഫസ് ഏരിയ വി ഓൾറെഡി ഹാഡ് അല്ലെ. നമുക്ക് ഏർലിയർ 6a square ആണുള്ളത്. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും 4 ടൈംസ് ആണ് എന്തുണ്ടാവുക? ഇൻക്രിമെന്റ് ഉണ്ടാവുക. സർഫസ് ഏരിയ ഇൻക്രീസ് ഇൻ 4 ടൈംസ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഒന്നുമില്ല, 6a square ആണ് ഇക്വേഷൻ. a square 2 കൊടുക്കുമ്പോൾ 2a square ആവും. 2a square എന്ന് പറയുമ്പോൾ അതിൽ 2ന്റെ സ്ക്വയർ 4 വരും. ഇത്രേ ഉള്ളൂ. അപ്പൊ വോളിയം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഹൗ മെനി ടൈംസ് വിൽ ഇറ്റ്സ് വോളിയം ഇൻക്രീസ്? വോളിയം എന്ന് പറയുമ്പോൾ a ക്യൂബ് ആണ്. a 2a the whole cube ആകുമ്പോൾ എന്ത് വരും? 2ന്റെ ക്യൂബ് 8 ടൈംസ്. അതാണ് രണ്ടാമത്തെ ആൻസർ. രണ്ടാമത്തത് വോളിയം ഓഫ് ക്യൂബ് is equal to a ക്യൂബ്. ഇനി നമുക്ക് പറയാൻ പറ്റും a 2a ആവുമ്പോ ന്യൂ വോളിയം ഈക്വൽ ടു 2a the whole cube which is equal to 8a cube. എത്ര വരിക? 8a cube എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? 8 ടൈംസ്. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ടർ ഈസ് പോറിംഗ് ഇൻ ടു എ ക്യൂബോയിഡൽ റിസർവോയർ അറ്റ് ദ റേറ്റ് ഓഫ് 60 liters per minute. അപ്പോ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഇതിലേക്ക് ഇങ്ങനെ വാട്ടർ ഇങ്ങനെ പവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദ വോളിയം ഓഫ് റിസർവോയർ ഈസ് 108 meter cube. ഫൈൻഡ് ദ നമ്പർ ഓഫ് hours it will take to fill the reservoir. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ലിറ്റേഴ്സ് ആണ്, ഇവിടെ മീറ്റർ ക്യൂബ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും വോളിയം ഇൻ ലിറ്റേഴ്സ് ഓഫ് ദി ടാങ്ക് അല്ലെ, അല്ലെങ്കിൽ റിസർവോയർ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് റിസർവോയർ എന്ന് എഴുതാം അല്ലെ. വോളിയം ഓഫ് റിസർവോയർ is equal to 108 meter cube is equal to 108 into 1000 liter which is equal to 108. ഇത്രയും കിട്ടി. ഇനി ഇതില് ഒരു മിനിറ്റിൽ എത്രയാണ് വെള്ളം വരുന്നത്? ഒരു മിനിറ്റിൽ 60 liters ആണ് വരുന്നത് അല്ലെ. ഒരു മിനിറ്റിൽ 60 liters. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ടൈം റിക്വയർഡ്
to fill the tank. Tank or reservoir. Reservoir എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ടാങ്ക്. This is equal to capacity divided by water pumping in liter. In liter by water pumping in liter. ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര ലിറ്റർ പമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക, 108 ബൈ എത്രയാണ്, 60 അല്ലേ, 60 ഇസ് ഈക്വൽ ടു ഇത്ര മിനിറ്റ്. എങ്ങനെ മിനിറ്റ് അത്? കാരണം ഇവിടെ പെർ മിനിറ്റ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. സോ പെർ മിനിറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 108 by 60 എന്ന് പറയുമ്പോൾ ഈ സീറോയും കട്ടായി പോയി അല്ലെ. 108ൽ 6 എത്ര പ്രാവശ്യം വരും, 60 48 അല്ലെ. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 18. പിന്നെ 108 by 6 എന്ന് പറയുമ്പോൾ 18 വരും, പിന്നെ 2 zeros. സോ 1800 മിനിറ്റ് ആണ് വരിക. സോ ദിസ് ഡിവൈഡഡ് ബൈ, ഇതെങ്ങനെയാണ് അവറിലേക്ക് മാറ്റുക, ബൈ 60 ചെയ്താൽ മതി അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 180 by 60 അവർ, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരിക, ഇങ്ങനെയാണ് വരിക 180 by 6 അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 30 hours. 30 hours ആണ് വരിക. സോ ഇത്രയുമാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. 30 hours വേണം ഈ റിസർവോയർ ഫിൽ ആവാൻ. വലിയ റിസർവോയർ ആണ് അല്ലെ. സോ ഇത്രയുമാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പമ്പ് ചെയ്യുന്നു അത് ഡിവൈഡ്, ആ ഒരു വോളിയം എന്ത് ചെയ്യണം, ഈ മൊത്തം വോളിയത്തിനെ ബൈ ആയിട്ട് എന്ത് ചെയ്യണം, മൊത്തം വോളിയം ബൈ എത്ര ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് ഇത്ര ടൈം എടുക്കുക എന്നുള്ളത് കിട്ടുക. സോ നമുക്ക് കിട്ടി 1800 മിനിറ്റ്, 1800 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ബൈ 60 ചെയ്താൽ അതിനെന്ത് ചെയ്യാം, അവറിലാക്കും. കാരണം 60 മിനിറ്റ് ആണ് 1 hour. സോ 30 hours എന്ന് കിട്ടി. ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷനിലേക്ക് പോകാം. സോ കൺക്ലൂഷനിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താ, സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിന്റെ ഏരിയ ഓഫ് ഇറ്റ്സ് ഫേസസ് ആണ് അല്ലെ. എല്ലാ ഫേസസിന്റെയും ഏരിയ ആണ് വരിക. ഇനി അപ്പോ സർഫസ് ഏരിയ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോ കേസും കണ്ടതാണ് അല്ലെ. സോ ഓരോ കേസിലും സർഫസ് ഏരിയ കണ്ടതാണ്. ഇനിയിപ്പോ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് ആണെങ്കിലോ നമുക്കറിയാം 2 into ലെങ്ത് into ബ്രെഡ്ത്ത് പ്ലസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, ഇതിൽ ഓരോന്നും 2 times വരണം. ലെങ്ത് ബ്രെഡ്ത്ത്, ലെങ്ത് ഹൈറ്റ്, അതേപോലെ ബ്രെഡ്ത്ത് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, ഹൈറ്റ് ബ്രെഡ്ത്ത് ഹൈറ്റ് ലെങ്ത്, ഇങ്ങനെ ഓരോ കോമ്പിനേഷനും 2 times വരണം. അതാണ് ക്യൂബോയിഡ്. ക്യൂബ് ആണെങ്കിലോ 6L² ആണ് വരിക. പിന്നെ സിലിണ്ടർ ആണെങ്കിൽ 2πr² പ്ലസ് 2πrh എന്ന് പറയാം, അല്ലെങ്കിൽ 2πr into r+h എന്ന് എഴുതാം, അല്ലെങ്കിൽ 2πr² പ്ലസ് 2πrh എന്ന് പറയാം. അപ്പൊ ഈ 2πr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr² എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഈ ഒരു πr²ഉം താഴെയുള്ള πr²ഉം, അതേപോലെ 2πrh എന്ന് പറഞ്ഞാൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എമൗണ്ട് ഓഫ് റീജിയൻ ഒക്യുപ്പൈഡ് ബൈ എ സോളിഡ് ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയം. എമൗണ്ട് ഓഫ് റീജിയൻ ഒക്യുപ്പൈഡ് ബൈ എ സോളിഡ് ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയം. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, നെക്സ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം വോളിയം ഓഫ് എ ക്യൂബോയിഡ് എന്താണ്. ഇതുവരെ നമ്മൾ സർഫസ് ഏരിയന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ എന്താ വരിക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വരിക. ഈ എല്ലാ ക്വാണ്ടിറ്റിയും സെയിം ആക്കിയാൽ നമുക്കിവിടെ എന്താ വരിക, L³ ആണ് വരിക. ഇനി അതേപോലെ സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ വോളിയം എന്താ, πr²h ആണ് വരിക. ഇനി അതേപോലെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓഫ് എ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ലിറ്ററിലൊക്കെയാണ് നോർമലി പറയാം. അപ്പൊ 1 cm³ ആണെങ്കിൽ 1 milliliter, 1 m³ ആണെങ്കിൽ എന്താ പറയാ 1000 liter. ഇതാണ് നമുക്ക് ഇവിടെ വേണ്ടി വരുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്
ഈ രണ്ട് കാര്യങ്ങൾ. അതിൽ തന്നെ ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾ വോളിയം മീറ്റർ ക്യൂബിൽ കണ്ട അതിനെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ലിറ്റർ കിട്ടും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഇങ്ങനെയുള്ള 2 പ്രോബ്ലമെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്